ലോൺ ആപ്പ് തട്ടിപ്പ് കേസിൽ സിംഗപ്പൂർ കുറ്റാന്വേഷണ ഏജൻസിയുമായി ചേർന്ന് അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സിംഗപ്പൂർ പൗരനായ മുസ്തഫ കമാലാണ് തട്ടിപ്പിൻ്റെ ആസൂത്രകൻ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സിംഗപ്പൂരും ചൈനയും കേന്ദ്രമാക്കിയാണ് ആസൂത്രണങ്ങൾ നടന്നതെന്നും കണ്ടെത്തൽ. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ. ജിജീഷ്, കൂടുതൽ വിവരങ്ങൾ. വലിയ നിലയിലാണ് സംസ്ഥാനത്തെ ലോൺ ആപ്പ് തട്ടിപ്പ് നടക്കുന്നത്. ഈ കേസിലാണ് സിംഗപ്പൂർ കുറ്റാന്വേഷണ ഏജൻസിയുമായി ചേർന്ന് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. സിംഗപ്പൂർ പൗരനായ മുസ്തഫ കമാലാണ് തട്ടിപ്പിൻ്റെ ആസൂത്രകൻ എന്ന് കണ്ടെത്തി കഴിഞ്ഞു. സിംഗപ്പൂരും ചൈനയും ഒക്കെ കേന്ദ്രമാക്കിയാണ് ആസൂത്രണങ്ങൾ പലതും നടന്നിട്ടുള്ളത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ജിജീഷ് കരുണാകരൻ, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മലയാളികൾ നിയന്ത്രിച്ചിരുന്ന അക്കൗണ്ടുകളിലൂടെ 718 കോടി രൂപയുടെ കൈമാറ്റം നടന്നതിൽ അതിൽ 112 കോടി രൂപയും ക്രിപ്റ്റോ കറൻസി ആയിട്ടാണ് മാറ്റിയത് എന്നതടക്കമുള്ള വിവരങ്ങൾ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, ഇതെല്ലാം തന്നെ നിയന്ത്രിച്ചിരുന്നത് ചൈനയും സിംഗപ്പൂരും കേന്ദ്രമാക്കിയാണ് ഈ തട്ടിപ്പിന്റെ എല്ലാം ആസൂത്രണങ്ങൾ പ്രധാനമായും നടന്നിരുന്നത്. മുഖ്യ ആസൂത്രകനായിട്ടുള്ളത് മുസ്തഫ കമാൽ എന്ന സിംഗപ്പൂർ പൗരനാണ്. ഇയാളിലേക്ക് അന്വേഷണം എത്തണമെങ്കിൽ, വിശദമായി തന്നെ അന്വേഷണം എത്തണമെങ്കിൽ സാധാരണ നിലയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മറ്റ് അന്വേഷണ ഏജൻസികളുടെ കൂടി സഹായം തേടേണ്ടതുണ്ട്. അങ്ങനെയാണ് സിംഗപ്പൂരിലെ അന്വേഷണ ഏജൻസികളുമായി ചേർന്ന്, കുറ്റാന്വേഷണ ഏജൻസിയുമായി ചേർന്ന് സംയുക്ത അന്വേഷണത്തിലൂടെ ഈ മുസ്തഫയിലേക്ക്, സിംഗപ്പൂർ പൗരനായ മുസ്തഫ കമാലിലേക്ക് അന്വേഷണം എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുകയും ചെയ്യുന്നത്. ഇയാളെ കണ്ടെത്തി ചോദ്യം ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കാനോ ചോദ്യം ചെയ്യാനോ കഴിഞ്ഞെങ്കിൽ മാത്രമായിരിക്കും പ്രധാനപ്പെട്ട വിവരങ്ങൾ, മറ്റു കണ്ണുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുക. എന്നാൽ നിലവിൽ പിടിയിലായിട്ടുള്ള എല്ലാവരും നൽകിയ മൊഴികളിലെല്ലാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പേര് എന്ന് പറയുന്നത് ഈ മുസ്തഫ കമാലിന്റേതാണ്. ഈ പണം കൂടുതൽ എത്തിയിട്ടുള്ളതും, കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തിയപ്പോൾ 1600 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയപ്പോൾ ഈ പണമെല്ലാം പോയിട്ടുള്ളത് പ്രധാനമായും സിംഗപ്പൂരിലേക്കാണ്. മാത്രമല്ല, ചൈനയിലേക്കും വലിയ തുകകൾ മാറിയിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകളെയും വിദ്യാർത്ഥികളുടെയും എല്ലാം പേരുകളിൽ അക്കൗണ്ടുകൾ എടുത്ത് നൽകിയിരുന്ന ആളുകൾ മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം പിടിയിലായ 2 മലയാളികൾ എന്ന് പറയുന്നത്. എന്നാൽ അതിലൂടെ തന്നെ അവർക്ക് വലിയ സാമ്പത്തിക ലാഭം നേടിയെടുക്കാൻ കഴിഞ്ഞു. 2 കോടി രൂപയോളം ഒരാളും 78 ലക്ഷത്തിലധികം രൂപ മറ്റൊരാളും ഇത്തരത്തിൽ തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഒരു കമ്മീഷൻ എന്ന ഇനത്തിൽ പങ്ക് പറ്റുകയും ചെയ്തു. എന്നാൽ പ്രധാനമായും ഈ തട്ടിപ്പിന്റെ ആസൂത്രകരായി നിലനിന്നിരുന്നത് തമിഴ്നാട് സ്വദേശികളായ, തഞ്ചാവൂർ സ്വദേശികളായ ആളുകളായിരുന്നു. ഇവരെയാണ് ഏറ്റവും ആദ്യം നേരത്തെ അന്വേഷണത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തത്. ഡാനിയൽ സെൽവകുമാർ, കതിരവൻ രവി, ആൻഡോ പോൾ, പ്രകാശ്, അലൻ സാമുവൽ എന്നിവരാണ് പിടിയിലായത്. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ ലഭിച്ച ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് മുസ്തഫ കമാലാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം പിടിയിലായ മലയാളികളെ ചോദ്യം ചെയ്തപ്പോൾ 2 പേരെ, അതായത് കോഴിക്കോട് സ്വദേശിയായ സയ്യിദ് മുഹമ്മദിനെയും ഫോർട്ട് കൊച്ചി സ്വദേശിയായ TG വർഗീസിനെയും ചോദ്യം ചെയ്തപ്പോൾ അവരും വ്യക്തമാക്കിയിരുന്നത് ഇത്തരമൊരു പേര്, കാരണം തങ്ങൾക്ക് നേരിട്ട് ഇവരുമായി കോൺടാക്ട്. ലോൺ ആപ്പ് തട്ടിപ്പ് കേസിലാണ് സിംഗപ്പൂർ കുറ്റാന്വേഷണ ഏജൻസിയുമായി ചേർന്ന് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. സിംഗപ്പൂർ പൗരനായ മുസ്തഫ കമാലാണ് തട്ടിപ്പിൻ്റെ ആസൂത്രകൻ എന്ന് കണ്ടെത്തി കഴിഞ്ഞു. സിംഗപ്പൂരും ചൈനയും കേന്ദ്രമാക്കിയാണ് ആസൂത്രണങ്ങൾ നടന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.